വല്ലാത്ത ഞെട്ടലോടെയാണ് നമ്മുടെ ഒരു യാത്രാ വിമാനം 242 യാത്രക്കാരുമായി അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ഉടൻ തകർന്നു വീണു എന്നുള്ള വാർത്തയെ നമ്മൾ സമീപിക്കുന്നത്. അത് തകർന്നു വീണത് മേഘാനി നഗർ എന്ന് പറയുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ഫ്ലാറ്റുകളും വീടുകളും ഉള്ളിടത്തേക്കാണ്. അപ്പോൾ കാഷ്വാലിറ്റി എത്രയായിരിക്കും എന്ന് ആലോചിക്കാൻ പോലും വയ്യ, ഭയം വരുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. കാരണം നമ്മുടെ കേരള തീരത്ത് 2 കപ്പൽ മുങ്ങുന്നു, അത് കഴിഞ്ഞിട്ടൊരു വിമാനം, നമ്മുടെ യാത്രാ വിമാനം തകർന്നു വിടുന്നു. ഈ 2 കപ്പൽ മുങ്ങിയിട്ട് നമ്മുടെ രാജ്യത്തെ ആർക്കും ഒന്നും പറ്റിയില്ല. മനുഷ്യജീവന് രണ്ടാമത്തെ അപകടത്തിൽ മനുഷ്യജീവൻ അവിടെ ഉണ്ടായി. ഇന്ത്യക്കാരല്ലെങ്കിലും ഏതാനും ആളുകളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ 242 യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം മഹാഭൂരിപക്ഷവും ഇന്ത്യക്കാരായിരിക്കും, നമ്മുടെ സഹോദരങ്ങളാണ്. അതൊരു ജനവാസ പ്രദേശത്തേക്ക് തകർന്നു വീണു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരാൻ പോകുന്നോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത് ഈ അതിലൊക്കെ വിശ്വാസമുള്ള ആളാണ്. എൻ്റെ ഒരു സുഹൃത്തായ ജ്യോതിഷി 2-3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, സംഘർഷം, അഗ്നിഭയം, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ രാശി വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ സംഘർഷത്തിലൂടെ നമ്മൾ കടന്നു പോകും, പിന്നെ അഗ്നിഭയം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. സംഘർഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടു. ഞാൻ ആ ജ്യോതിഷിയുടെ പേര് പറയുന്നില്ല. എന്നാൽ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 4-5 മാസം മുമ്പ് ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് ആ അഗ്നിഭയം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ, സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ചുണ്ടാകുന്നത്? എന്താണ് ഈ അപകടത്തിൻ്റെ ലഭ്യമായ വിവരങ്ങൾ? ഇത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഉയർന്ന് ഈ ഉച്ചയ്ക്ക് 1:10 മേഘാനി നഗർ ധർപൂരിൽ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് റൺവേക്ക് തൊട്ടപ്പുറത്താണ്. അതെ, കാരണം വിമാനത്താവളങ്ങൾ ഉള്ള പ്രദേശങ്ങൾ കുറച്ച് നഗരത്തിൽ നിന്ന് അതെ ആ സ്ഥലത്താണത്. മേഘാനി നഗറിലെ ധാർപൂരിലാണ്. ഇത് ഉയർന്നപ്പോൾ ഒരു മതിലിലോ മരത്തിലോ ഇടിച്ചു എന്നാണ് പറയുന്നത്. ടേക്ക് ഓഫിലെ പിഴവാണ്, അറിയാൻ വയ്യ. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവം, ബാലൻസ് തെറ്റി മതിലിടിച്ചത് അങ്ങനെ ആയിരിക്കാം. ഇടിച്ചത് കൊണ്ടുള്ള സ്ഫോടനമാണോ അല്ലാത്തതാണോ എന്നുള്ളത് അറിയില്ലല്ലോ. കാരണം സ്ഫോടന ശബ്ദം കേട്ടു, ഭീകര സ്ഫോടനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബോയിങ് 787 അല്ലേ, 242 പേര്. A1171 ആണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് നമ്പർ, എയർ ഇന്ത്യയുടെ. അതെ അതെ. അപ്പോൾ ഇതിനു മുമ്പ് ഇതിപ്പോൾ എയർ ഇന്ത്യയുടെ 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വലുത് മംഗലാപുരത്ത് 2010 നടന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോട് നടന്നത്. മംഗലാപുരത്ത് 2010 158 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടേക്ക് ഓഫിൻ്റെ സമയത്താണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമാകും. ഫുൾ ടാങ്ക് ഏവിയേഷൻ ഫ്യൂൽ ഇത്രയും പോകാൻ ലണ്ടൻ വരെ പോകാനും ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. കോഴിക്കോടൊക്കെ ആണെങ്കിൽ മംഗലാപുരത്തും ലാൻഡിങ്ങിന്റെ സമയത്ത് ദുബായിൽ നിന്ന് വന്ന വിമാനമാണ് കോഴിക്കോട് ഇറങ്ങിയത്, കരിപ്പൂര് തകർത്തത്. മംഗലാപുരത്തും ദുബായിൽ നിന്നുള്ള വിമാനം. അപ്പോൾ ഇന്ധനം വളരെ കഷ്ടിച്ച് തീരുകയാണ്. അത് ലാൻഡിങ് ആണല്ലോ. ഇത് ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ കൂടുതൽ സംശയിക്കാം അപകടത്തിനെ പറ്റി. അപകടത്തിന്റെ തീവ്രത കൂടാനുള്ള സാധ്യത മുഴുവൻ നിറയെ ഇന്ധനമുണ്ട്. അതെ, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മിഡ് എയർ ആണ്. മറ്റേത് ലാൻഡിങ്ങിന്റെ സമയത്തായതുകൊണ്ട് അതിജീവിക്കാനായിട്ട് ആളുകൾക്ക് കഴിയുന്നുണ്ട്. നിലത്ത് മുട്ടിയ ശേഷമാണ്. ഇത് മുകളിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി. അല്ല, ഈ സ്ഫോടന ശബ്ദം കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ടാകും. ആശങ്കകൾ അധികരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ ചാനലുകളൊന്നും പറയുന്നില്ലെങ്കിലും ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്, സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് സ്ഥലവാസികൾ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ മറ്റേ ദൃക്സാക്ഷി വിവരണമോ ആരൊക്കെയാണ് പേര് വിവരങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആളുകളും സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും ചെയ്യും. കോഴിക്കോട് ഈ മറ്റേ 1344 എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് 2020 ഓഗസ്റ്റ് 7 രാത്രി 8:25. അതെ, അത് നമ്മൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ് അന്ന് സംഭവിച്ചതൊക്കെ. ദുബായ് കോഴിക്കോട് ഫ്ലൈറ്റ്, അത് കോവിഡ് സംബന്ധിച്ചിട്ടുള്ള വന്ദേ ഭാരത് ഫ്ലൈറ്റ് ആയിരുന്നു. അത് 1344 എയർ ഇന്ത്യ 1344. അതെ, മഴയും കാറ്റും ഉണ്ടായിരുന്നു.
കാലാവസ്ഥ മോശമായിരുന്നു. 2 ലാൻഡിങ് ശ്രമങ്ങൾ നടത്തിയിട്ട് മൂന്നാമത്തതിൽ ആണ് ഈ അപകടം പറ്റിയത്. പക്ഷെ അപകടം കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഏജൻസി അപകടങ്ങൾക്ക് കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് അവർ കണ്ടെത്തിയത് പൈലറ്റിൻ്റെ പിഴവാണെന്നാണ് കേട്ടത്. പൈലറ്റിൻ്റെ പിഴവെന്ന് പറഞ്ഞാൽ പൈലറ്റിന് ഗോ അറൗണ്ട് നിർദ്ദേശം നൽകിയിരുന്നു, അത് പാലിച്ചില്ല. റൺവേ കഴിഞ്ഞിട്ടും അമിത വേഗത്തിൽ മുന്നോട്ട് പോയിട്ട് റൺവേക്ക് താഴത്തേക്ക് താഴ്ചയിലേക്ക് ടേബിൾ ടോപ്പ് വിമാനം 2 കഷ്ണമായിട്ട് മുറിഞ്ഞു. അതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ വിമാനം മുറിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ടും പക്ഷെ വരുന്നു ഭാഗ്യം കൊണ്ട് 185 പേര് ആ വിമാനത്തിലുണ്ടായിരുന്നു. പൈലറ്റ് ഉൾപ്പെടെ 17 പേരാണ് മരിച്ചത്. അത് സംബന്ധിച്ച് പിന്നെ വേറെയും ഒരു ചരിത്രം ഉണ്ടായിരുന്നു. 19 യാത്രക്കാരും പൈലറ്റുമാരും 2 21 പേര് 19ഉം 21 പേര് 2 പൈലറ്റ്സും മരിച്ചു. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ടായി. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഏവിയേഷൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ കോമ്പൻസേഷൻ 660 കോടിയായിരുന്നു ഇൻഷുറൻസ് കോമ്പൻസേഷൻ. നമ്മൾ ഇൻഷുറൻസ് ആൾ മരിച്ചിട്ട് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പോലും നമ്മൾ സാങ്കേതികമായി പറയണം. അപ്പോൾ പൈലറ്റിൻ്റെ പിശകുകൊണ്ട് സംഭവിക്കാം, പൈലറ്റ് ക്ഷീണിച്ചു. ശരിയാണ്. അതിൽ ആ 2 തവണ കറങ്ങിയ ശേഷം പിന്നീട് ലാൻഡ് ചെയ്യുന്നതിനെ പറ്റി സംശയം ഉണ്ടായിരുന്നു, കാലാവസ്ഥ പ്രശ്നമുണ്ടായിരുന്നു. അയാള് ആവശ്യമില്ലാത്തൊരു ധൈര്യം കാണിച്ചതാണ് അത് താഴേക്ക് പോയത്. അതുകൊണ്ടാണ് വളരെ ക്ലിയറായ ATC-യിൽ നിന്ന് എയർ ട്രാഫിക് ATC-യിൽ നിന്ന് ഗോ അറൗണ്ട് നിർദ്ദേശം കൊടുത്തതാണ്, പാലിക്കപ്പെട്ടില്ല. 30-35 അടി ചെരിവ് ഉള്ള പ്രദേശത്തേക്കാണ് ഇത് താഴ്ന്നു പോയത്. ആ എയർപോർട്ടിൽ നിന്ന് 4 ക്യാബിൻ ക്രൂവും 165 യാത്രക്കാരൻ രക്ഷപ്പെട്ടു. ആ യാത്രക്കാരുടെ അല്ലേ ആയുസ്സിലുള്ള ഒരു ദൈർഘ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് പക്ഷെ അതല്ല, അതുപോലെ ഇത് എഴുതാൻ പറ്റില്ല. 242 പേര് യാത്രക്കാർ, ക്യാബിൻ ക്രൂ വേറെ, പിന്നെ ഇത് വന്ന് പതിച്ചിരിക്കുന്ന സ്ഥലം, അതിനകത്ത് നിറയെ ഏവിയേഷൻ ഫ്യൂവലുണ്ട്, ജനവാസ മേഖലയിൽ ഫ്ലാറ്റുകളും വീടുകളൊക്കെ ഉണ്ട്, പ്രദേശവും കത്തും. അപ്പോൾ അത് വല്ലാത്ത ഒരുപക്ഷെ നമ്മുടെ രാജ്യചരിത്രത്തിലെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തമായി ഇത് മാറാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ഇപ്പോഴും വേറെ കാര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വലിയ ഭീകരാക്രമണം പഹൽഗാമിലുണ്ടായി. അതിനുശേഷം നമ്മൾ പാകിസ്ഥാനിലെ ടെറർ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ നമ്മൾ അതിഭീകരമായി തിരിച്ചടിച്ചു. പാകിസ്ഥാനും പരോക്ഷമായ അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊക്കെ നോവുന്ന തരത്തിലുള്ള തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം നമ്മളോട് ശത്രുത ഉള്ളവർക്ക് ആ ശത്രുത വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, സമീപവാസികൾ പറഞ്ഞ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ളത് സ്വാഭാവികമായി വിമാനം പറന്നു വരുമ്പോൾ സ്ഫോടന ശബ്ദമൊന്നും കേൾക്കത്തില്ല. സ്ഫോടന ശബ്ദം കേട്ടതിന് ശേഷമാണ് അപകടമുണ്ടായെങ്കിൽ, അല്ലെങ്കിൽ അപകടത്തെ തുടർന്നൊരു സ്ഫോടന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികം. അത് ക്ലാരിറ്റി വരണം. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ടുകൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരുന്ന സ്ഫോടന ശബ്ദം കേട്ടതിന് ശേഷമാണ് വിമാനം തകർന്നത് എന്ന് പറയുന്നത് വല്ലാത്ത ഭയമുണ്ടാക്കുന്നുണ്ട്. ഒരു ഭീകരാക്രമണം പോലും ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം സാർ മറ്റൊന്നുണ്ട്, ഈ ലണ്ടനിലേക്കൊക്കെ പോകുന്ന വിമാനം പറപ്പിക്കുന്നത് വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരായിരിക്കും. അങ്ങനെയുള്ള പൈലറ്റുമാർക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മരത്തിലും മതിലിലും മുട്ടാതെയൊക്കെ വിമാനം പറത്താൻ അറിയും. എത്ര ഫ്ലൈയിങ് അവേഴ്സ് ഉണ്ടാവും, എത്ര മണിക്കൂർ വിമാനം പറപ്പിച്ചവരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പിഴവ്, കാലാവസ്ഥയിൽ പ്രശ്നമില്ല, കാറ്റില്ല, മഴയില്ല, തെളിഞ്ഞ അന്തരീക്ഷമാണ്, വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു മരത്തിലും മതിലിലുമൊക്കെ ചെന്നിരിക്കും എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അതിലൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, റൺവേയുടെ പ്രശ്നം കൊണ്ടൊന്നും അല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. ടേക്ക് ഓഫ് ചെയ്തല്ലോ, അത് കഴിഞ്ഞ് ഈ മിഡ് എയറിലാണ് ഈ മരത്തിലോ മതിലിലോ മുട്ടുന്നു എന്ന് പറയുന്നത്. അതും അസാധാരണമായിട്ട് അസാധാരണമാണ്. കാരണം അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ റൺവേയുടെ തൊട്ടടുത്തൊന്നും മരം വരാനുള്ള സാധ്യതയില്ല, ഒരിക്കലും വരില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഇപ്പോൾ ഇത് വാർത്താ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ റിലേ ചെയ്യുന്നത് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളെയാണ്. അവിടുത്തെ ലോക്കൽ ചാനലുകളിലും ലോക്കൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചിത്രം മാറിയേക്കാം. ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ കൈകൾ ഇതിൻ്റെ പിന്നിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റേ മംഗലാപുരത്തെ ആണല്ലോ ഇതിന് മുമ്പത്തെ എയർ ഇന്ത്യയുടെ ഏറ്റവും വലുത്. അത് എയർ ഇന്ത്യ എക്സ്പ്രസ് 812 ദുബായിൽ നിന്ന് 2010 മെയ് 22. ബോയിങ് 737 എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിൽ നിന്നും മംഗലാപുരത്തേക്ക് വന്നത് 2010 മെയ് 22 ആക്സിഡൻറ്റ്. ബോയിങ് 737 അത് റൺവേയിൽ നിന്ന് ഓവർഷൂട്ട് പോയി മലയുടെ ഭാഗത്തേക്ക് പോയി
166 പേരിൽ 158 പേര് കൊല്ലപ്പെട്ടു. 166 യാത്രക്കാരെ ഉണ്ടായിരുന്നു. യാത്രക്കാരിൽ 158 പേരും കൊല്ലപ്പെട്ടു. 6 ക്രൂ, 158 യാത്രക്കാർ, അങ്ങനെയാണ്. 8 പേര് മാത്രം അതിൻ്റെ അകത്ത് അതിജീവിച്ചു. അപ്പോൾ അതായിരുന്നു എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടം ഇതുവരെ. ഇപ്പോൾ മറ്റേ കോഴിക്കോട് വിമാനത്താവളം തന്നെ സുരക്ഷിതമല്ല എന്ന് പല വിദഗ്ധന്മാരും അക്കാലത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെ അന്നത്തെ പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് സാത്തെ 27 തവണ അന്ന് കരിപ്പൂരിൽ ഇറങ്ങിയിരുന്നു. അപകടം നടന്ന 2010 തന്നെ 10 തവണ ഇറങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ട് ഈ സ്ഫോടനത്തിൽ. കാരണം ഇപ്പം ഇത് നമ്മൾ 242 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏഷ്യാനെറ്റ് ഞാൻ വാർത്ത നോക്കുമായിരുന്നു. ഏഷ്യാനെറ്റിൽ കാണിക്കുന്നത് ഫസ്റ്റ് വിഷ്വൽസൊക്കെ വിമാനം തകർന്നു കിടക്കുന്നതിൻ്റെ വിഷ്വൽസൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഇപ്പോൾ കാണിക്കുന്നത് 230 യാത്രക്കാർന്നാണ്. നമ്മൾ ഇംഗ്ലീഷ് ചാനലുകൾ നോക്കുമ്പോൾ 242 എന്ന് കാണുന്നു. 242. അപ്പോൾ കൃത്യമായ കണക്കും മറ്റ് ഡീറ്റെയിൽസൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. വിമാനത്തിൽ ആദ്യ റിപ്പോർട്ടുകളിൽ 130 എന്നും പറഞ്ഞു. അതെ. ഇപ്പോൾ വിമാനത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു വലിയ ചാരക്കൂമ്പാരമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആളുകളെ അഹമ്മദാബാദ് ആശുപത്രിയിലേക്ക് ചിലരെയൊക്കെ സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോകുന്ന വിഷ്വൽസും കാണുന്നുണ്ട്. ചാരക്കൂമ്പാരമാണെങ്കിൽ വിമാനത്തിൽ സ്ഫോടനം എന്നുള്ളത് ശരിവെക്കുന്നതായിരിക്കാം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരട്ടെ. നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും വാർത്തകൾ വരാതിരിക്കട്ടെ എന്ന് ഈ വൈകിയ വേളയിലും നമുക്ക് ആശിക്കാം. പിന്നെ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അതെ. പിന്നിൽ നിന്നുള്ള പരിപാടികളിലാണ് വൈദഗ്ധ്യം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.